ഹലോ ഫുട്ബോൾ ലവേഴ്സ്. ലോകകപ്പ് ആവേശം അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് രാത്രി ഒരു യഥാർത്ഥ ഫുട്ബോൾ ഫെസ്റ്റ് ആണ് നടക്കാൻ പോകുന്നത്. ഒരു വശത്ത് ഹാലൻഡിന്റെ നോർവേ ഇംഗ്ലണ്ടിനെ നേരിടുമ്പോൾ മറുവശത്ത് മെസ്സിയുടെ അർജന്റീന സ്വിറ്റ്സർലൻഡിനെ മത്സരിക്കുകയാണ്. ഇന്നത്തെ രാത്രി ഫുട്ബോൾ ആരാധകർക്ക് ഉറങ്ങാൻ പോലും സമയം കിട്ടില്ല. കാരണം ഈ രണ്ട് മത്സരങ്ങളും ലോകകപ്പിന്റെ തന്നെ ഗതി മാറ്റാൻ കഴിയുന്ന പോരാട്ടങ്ങളാണ്. ഓരോ ടീമിനും സെമി ഫൈനലിൽ എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രം. ഇനി ഓരോ മത്സരത്തിന്റെയും വിശദമായി നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. ആദ്യ മത്സരം ഇംഗ്ലണ്ടും നോർവേയും തമ്മിലാണ്. ഈ ടൂർണമെന്റിലെ നോർവേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ടീമാണ്. എർലിംഗ് ഹാലൻഡിന്റെ ഫിനിഷിംഗും അവരുടെ വേഗമേറിയ കൗണ്ടർ അറ്റാക്കുകളും ഏത് പ്രതിരോധത്തെയും തകർക്കാൻ കഴിവുള്ളതാണ്. മറുവശത്ത് ഇംഗ്ലണ്ട് പരിചയസമ്പന്നരായ താരങ്ങൾ, മികച്ച മിഡ്ഫീൽഡേഴ്സ്, മത്സരത്തിന്റെ ടെമ്പോ നിയന്ത്രിക്കാനുള്ള കഴിവ്, ഇതാണ് ഇവരുടെ ശക്തി. വലിയ മത്സരങ്ങൾ എങ്ങനെ ജയിക്കണമെന്ന് അറിയാവുന്ന ടീമാണ് ഇംഗ്ലണ്ട്. നോർവേ ജയിക്കണമെങ്കിൽ ഹാലൻഡിന് അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം. കൗണ്ടർ അറ്റാക്കുകൾ കൃത്യമായി ഉപയോഗിക്കും. പ്രതിരോധത്തിൽ പിഴവുകൾ ഉണ്ടാകാതിരുന്നാൽ നോർവേക്ക് വിജയ സാധ്യതയുണ്ടെന്നാണ് എന്റെ ഒരു നിഗമനം. ഇംഗ്ലണ്ട് ജയിക്കണമെങ്കിൽ പന്ത് കൂടുതൽ സമയം കൈവശം വെക്കണം, മിഡ്ഫീൽഡിൽ ആധിപത്യം നേടണം, ഹാലൻഡിന് ലഭിക്കുന്ന സ്പേസ് പരമാവധി കുറയ്ക്കണം. എന്റെ പ്രവചന പ്രകാരം ഇത് വളരെ ഒരു കടുത്ത മത്സരമാവും. അനുഭവവും കരുതലും ഇംഗ്ലണ്ട് മുൻതൂക്കമാണ്. എന്റെ സാധ്യതകൾ പറയുവാണെങ്കിൽ ഇംഗ്ലണ്ട് ഒരു 2-1 ജയിക്കുമെന്നാണ്. രണ്ടാമത്തെ മത്സരം അർജന്റീനയും സ്വിറ്റ്സർലൻഡും തമ്മിലാണ്. മെസ്സിയുടെ അനുഭവവും അർജന്റീനയുടെ ആക്രമണ ശൈലിയും ഈ വേൾഡ് കപ്പിലെ വീണ്ടും ശ്രദ്ധേയമാണ്. നിർണായകമായ മത്സരത്തിൽ സമ്മർദ്ദം കൈകാര്യം ചെയ്യാൻ അവർക്ക് മികച്ച കഴിവുണ്ട്. സ്വിറ്റ്സർലൻഡിനെ ഒരിക്കലും വിലകുറച്ച് കാണേണ്ടതില്ല. അവർ വളരെ അച്ചടക്കത്തോടെ പ്രതിരോധിക്കുന്ന ടീമാണ്. എതിരാളികളെ നിരാശപ്പെടുത്താൻ അവർക്ക് കഴിയും. അർജന്റീന ജയിക്കണമെങ്കിൽ ആദ്യ ഗോൾ വേഗത്തിൽ നേടണം. മെസ്സിക്ക് സ്വതന്ത്രമായി കളിക്കാൻ അവസരം നൽകണം. മിഡ്ഫീൽഡിലെ നിയന്ത്രണം നിലനിർത്തുകയാണെങ്കിൽ അർജന്റീനയ്ക്ക് നല്ലൊരു ചാൻസ്. സ്വിറ്റ്സർലൻഡ് ജയിക്കണമെങ്കിൽ പ്രതിരോധത്തിൽ ഉറച്ചു നിൽക്കണം. കൗണ്ടർ അറ്റാക്കുകൾ കൃത്യമായി ഉപയോഗിക്കണം. സെറ്റ് പീസുകൾ പ്രയോജനപ്പെടുത്തണം. എന്റെ പ്രവചനത്തിൽ അർജന്റീനയാണ് ഫേവറേറ്റ്സ്. അർജന്റീന 70%, സ്വിറ്റ്സർലൻഡിന് 30% ചാൻസസ് കാണുന്നുണ്ട്. സ്കോർ പ്രവചനത്തിൽ 2-0 ആണ്. അപ്പൊ എന്റെ പ്രവചനം അനുസരിച്ച് സെമി ഫൈനലിൽ ഇംഗ്ലണ്ടും അർജന്റീനയും എത്തുമെന്നാണ്. അവിടെ ഫ്രാൻസും സ്പെയിനും ഇതിനകം തന്നെ കാത്തിരിക്കുകയാണ്. ഇനി ലോകകപ്പ് കൂടുതൽ ആവേശകരമാകുമെന്ന് ഉറപ്പാണ്. നിങ്ങളുടെ പ്രവചനം എന്താണ്? നോർവേ സർപ്രൈസ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ മെസ്സിയുടെ അർജന്റീന വീണ്ടും കിരീട സ്വപ്നങ്ങൾക്ക് മുന്നേറുമോ? കമന്റിൽ നിങ്ങളുടെ സ്കോർ പ്രവചനം എഴുതൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.